എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെയും VSൻ്റെയും പറഞ്ഞല്ലോ. മറ്റൊരു പ്രധാനപ്പെട്ട ആൾ K. കരുണാകരനാണ്. ആ വലിയ മനുഷ്യനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ പറയണം എനിക്കറിയില്ല. അത്രമാത്രം തങ്കപ്പെട്ട മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം. അദ്ദേഹം എന്നെ സ്വന്തം പോലെ കൊണ്ടു നടക്കുകയായിരുന്നു. നിയമസഭയ്ക്കകത്ത് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ആ വഴക്കുണ്ടാക്കി നിയമസഭ അടിച്ചു പിരിഞ്ഞിട്ടുണ്ട്. വണ്ണപ്പുറം കുടിയേർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയി കണ്ട മനുഷ്യൻ മുഴുവൻ അറിയുന്ന കണ്ടുവെച്ച് അവിടെ വന്നിച്ച് സബ്മിഷൻ കൊടുത്തു. അപ്പോൾ ഞാൻ സബ്മിഷനകത്ത് ഇങ്ങനെ ഈ കുടിയിറക്കാൻ പാടില്ല എന്നുള്ളപ്പോഴത്തേന് കരുണാകരൻ മുഖ്യമന്ത്രിയാണ്. കൈയേറ്റക്കാരൻ അടിച്ചിറക്കുമെന്ന് പറഞ്ഞു. എനിക്ക് ബോധമില്ലായിരുന്നു. പഴയ നിയമസഭയാണ്. ഞാൻ ചാടി ആ സീറ്റിലോട്ട് കയറി. ഞാൻ മൈക്ക് പിടിച്ച് വലിച്ചൊരു ഒറ്റ അടിയടിച്ച് കോപ്പിറക്കുമെന്ന് പറഞ്ഞു. കൊലപാതകം ഇവിടെ നടക്കുമെന്ന് പറഞ്ഞു. ഭയങ്കര സഭ പിരിഞ്ഞു. ഞാനെന്നിട്ട് കാന്റീനിൽ പോയി കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും വന്നു. രസമല്ല, ജോസഫ് ഉൾപ്പെടെ എല്ലാവരും നന്നായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഞാനെല്ലാം വൃത്തി കാണിച്ചു. വേറെ ആരും സഭയ്ക്ക് അത് കാണിച്ചിട്ടില്ലല്ലോ. എല്ലാവരും നന്നായി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് കരുണാകരൻ ആൾ വിട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞേക്കാൻ. കരുണാകരനെ കാണാനോ വേണം. എന്നെ അത്ര ഇഷ്ടമുള്ള മനുഷ്യനാണ്. മനസ്സിലായില്ല, അങ്ങനെ അത്ര ഇഷ്ടമുള്ള മനുഷ്യനെ ഞാൻ. അവസാനം കരുണാകരൻ ആ ഗൺമാനുണ്ട് ഒരു തടിമോൻ, പുള്ളിയെ പറഞ്ഞു വിട്ടു. പുള്ളിയാണ് പുള്ളിയുടെ മനസാക്ഷി. പുള്ളി വന്നിട്ട് ശരി പറഞ്ഞു, ലീഡർക്ക് വളരെ വിഷമമുണ്ട്, ഓടിച്ചെല്ലണം, നിർബന്ധമായിട്ട് കാണണമെന്നാണ്. അപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു. ഞാൻ വേഗം ചെന്നു. അപ്പം പഴയ നിയമസഭയുടെ അപ്പുറത്തെ മുറിയിലിരിക്കുക. കയറി ചെന്നു. തൻ്റെ ആവശ്യം എന്നാ? ഞാൻ കുടി ഇറക്കരുത്. കുടി ഇറക്കുന്നില്ല, പ്രശ്നം തീർന്നു. എന്നാൽ സഭ ചേരാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ സഭ ചേർന്നു. അങ്ങനെ കുടിയിറക്ക് വണ്ണപ്പുറക്കാരൻ ജീവിതകാലം മുഴുവൻ ഓർക്കേണ്ടതാണ്. ഞാൻ കാരണം അവിടെ കിടക്കുന്നത്. ഇത് കഴിഞ്ഞ് ഈ കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ തടയൽ സമരം കേരള കോൺഗ്രസിൻ്റെ ആയിട്ട് ജോസഫിൻ്റെ ആയിട്ട്. അപ്പം അത് കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള സമരമാണല്ലോ. അപ്പോൾ ട്രെയിൻ തടഞ്ഞ് ഞങ്ങളെങ്ങനെ അപ്പം തേങ്ങയുടെ വിലയിടുവാണ് പ്രശ്നം. ഒരു തേങ്ങ എടുത്ത് ഞാൻ ട്രെയിനിൻ്റെ എഞ്ചിനിട്ട് ഒറ്റ ഇറങ്ങി വെച്ച് കൊടുത്തു. തേങ്ങ പൊട്ടി തെറിച്ചു. അപ്പം നമ്മുടെ ഈ പണിക്കിരിയായിട്ടുണ്ട് അന്ന് ദേശാഭിമാനി റിപ്പോർട്ടർ, കോട്ടയം ജില്ലാ റിപ്പോർട്ടറാണ്. പുള്ളി അവിടെ ഉണ്ട്. പുള്ളി ജോരോട്ടിയെ ഞാൻ പണിക്കേട്ട അത് കരുണാകരൻ നെഞ്ചത്തിട്ട് കൊടുത്തതാണല്ലേ. അങ്ങനെ ഇരുന്നോട്ടെന്ന് ഞാൻ മുഴിയാനായിട്ട് പറഞ്ഞു. പിറ്റേ ദിവസം ദേശാഭിമാനിയല്ലേ എല്ലാ പത്രവും ഈ തേങ്ങ കരുണാകരൻ നെഞ്ചത്തുന്നു. തീർന്നോ എൻ്റെ കഷ്ടകാലം? അങ്ങനെ കാണും? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ലല്ലോ. പക്ഷേ എന്ത് ചെയ്യാൻ വന്നുപോയില്ലേ. കരുണാകരൻ വളരെ വിശദമായിട്ടൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാനൊരു സെക്രട്ടറിയിലോട്ട് ചെല്ലുക. അപ്പം ജേക്കബ് പുള്ളിയുടെ ഓപ്പോസിറ്റായിരിക്കുന്നത്. ജേക്കബിനെ കാണണം കൊണ്ടില്ല. അങ്ങോട്ട് ചെന്ന് ലിഫ്റ്റിലാണ് നിൽക്കുമ്പോൾ ഇത് കൃത്യം ബെല്ലടിച്ചു. മന്ത്രിമാരാരോ വരുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ലിഫ്റ്റിനോട് നിൽക്കുമ്പം വന്നത് കരുണാകരനോ ഒന്ന് ആലോചിച്ച് ചാടി എന്നെ പിടിച്ചു. എടോ ഒരു ചോറുവഴി എടുത്തിട്ടുണ്ടാകും പോലീസുകാരുണ്ട. ഞാൻ പിന്നെ തല്ലണ്ട, ഞാൻ ഒരു തെറ്റുപോയി, ക്ഷമിക്കുക, കാലെപ്പടി ക്ഷമ പറയുമെന്ന് പറഞ്ഞ് താൻ എന്നാലും അത് പറയാൻ പാടില്ല. ഞാൻ ലീഡറെ പറ്റി പറഞ്ഞതല്ല, പണിക്കരേട്ടം കാണിച്ച് കടുങ്ങിയ അതൊക്കെ ഞാൻ അറിഞ്ഞോളൂ. താൻ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നില്ല, അതുകൊണ്ടാണ് തൻ്റെ എല്ലാം തുടങ്ങിയെന്ന് പറഞ്ഞു. ഇത്രയും മനസാക്ഷിയുള്ളൊരു മുഖ്യമന്ത്രി എത്ര നല്ലവനായിരുന്നു. ആ കരുണാകരനെ പറ്റി ഓർക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ ഈ പിണറായിയെ ഞാനിപ്പോൾ എതിർക്കുന്ന വേറൊരു കാര്യം അറിയോ? കേരളം കണ്ട ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റി മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പിണറായി വിജയൻ. അറിയോ? പിണറായി വിജയൻ ഒന്നര കൊല്ലത്തുകൊണ്ട് ഇരുന്നില്ല. ആ പിണറായി വിജയൻ ഇരുന്നപ്പോൾ 1676 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഈ പിണറായിയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുക എങ്ങനെ പിണറായി വന്നപ്പോൾ ഇത്രയും ഒരുമിച്ചുണ്ടാക്കിയെന്ന്. എല്ലാ പദ്ധതി ഉണ്ടാക്കാൻ എല്ലാ മന്ത്രിമാരും നടന്നു. ഈ ഒരു ഒടുക്കത്തെ CA2 സമരം കൊണ്ടൊന്നും നടക്കലായിരുന്നു. പുള്ളി മുഖ്യമന്ത്രിയായ അത് ആരാ? പാർട്ടി സെക്രട്ടറിയാ? പിണറായിയാ? ഒറ്റ സമരമല്ല, തീർന്നു. ഒറ്റ മാസം കൊണ്ട് മുഴുവൻ കമ്മീഷൻ ചെയ്തു. മനസ്സിലായില്ലേ? 1767 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാക്കിയ അതിപ്രഗത്ഭനായ വൈദ്യുതി മന്ത്രിയാണ് പിണറായി വിജയൻ. പക്ഷേ അങ്ങേരെ മുഖ്യമന്ത്രി ആയപ്പോൾ പഴച്ചുപോയി. അതിൻ്റെ വിശദാംശം ഞാൻ കിടക്കുന്നില്ല. ഏതായാലും അങ്ങേർക്ക് ഇങ്ങനെ ഒരു പിഴവുണ്ട്, അതിലെനിക്ക് ദുഃഖമുണ്ട് എന്ന് മാത്രം ഞാൻ രേഖപ്പെടുത്തുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പഴയകാല നേതാക്കന്മാരൊക്കെ എത്രയോ പ്രഗത്ഭന്മാരും മാന്യന്മാരും നീതിബോധമുള്ളവരായിരുന്നു എപ്പോഴും ഞാൻ പറയാറുണ്ട്. ഇപ്പോഴത്തെ കമ്മ്യൂണിസം അല്ലത് അന്നത്തെ കമ്മ്യൂണിസം. ഇന്ന് കമ്മ്യൂണിസം പോയി, അതാണ് പ്രശ്നം. ഉദാഹരണം VSൻ്റെ ഞാൻ പറഞ്ഞത്.
ഞാൻ ചോദിക്കട്ടെ, ഇ കെ നയനാർ അല്ല AKG എന്തിനു ഇ കെ നയനാരെ പിടിക്കുന്നു? AK ഗോപാലൻ ആരായിരുന്നു? ഇവിടെ ചുരുളികീരത്തോട് കുടിയിറക്കുന്നതിന് ക്രിസ്ത്യാനി എല്ലാം കൂടെ കൃഷിക്കാരനെ കുടിയിറക്കാൻ തുടങ്ങിയപ്പം അവിടെ സത്യാഗ്രഹം പ്രഖ്യാപിച്ചത് AK ഗോപാലന്. AKG ഇല്ലെങ്കിൽ ഒറ്റ ക്രിസ്ത്യാനി എന്ന ചുരുളികീരത്തിന് ജീവിക്കുക ഇപ്പോഴും. അങ്ങനെ നന്മ ചെയ്തവനാണ് AK ഗോപാലൻ. അതുപോലെ തന്നെ നയനാരൊന്ന് ആലോചിച്ച്, ഇത്രയും പരിശുദ്ധനായ മനുഷ്യൻ. ഞാൻ ഇവിടെ ഈ എഞ്ചിനീയർ ഉണ്ടാക്കിയപ്പം ആ വലിയ മലയുടെ മുകളിൽ ഉണ്ടാക്കിയത് ആ ഇട്ടിരിക്കാൻ എന്താണ് എഞ്ചിൻ കോളേജ് ആൻഡ് ടെക്നോളജി പൂഞ്ഞാർ എന്നല്ല, നയനാർ ഹിൽസ് പൂഞ്ഞാർ എന്ന് ഇട്ടിരിക്കുന്നത്. നയനാർ ഹിൽസ്, ആ മലയ്ക്ക് നയനാർ ഹിൽസ് എന്ന് പേരിട്ടു. അതിന് കാരണം നയനാർ ഒളിച്ച് താമസിച്ച ആ മലയിലായിരുന്നു. നാത്തന വില്ലിച്ചൻ്റെ വീട്ടിലാണ് താമസിച്ചത് ഒളിച്ച്. അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെയെങ്കിലും ഇല്ലാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഒളിച്ച് താമസിക്കാൻ VS കൂടായിരുന്നു. VS അവിടെ പൂഞ്ഞാറ്റിൽ ഒളിച്ച് താമസിച്ച വീടുണ്ട്. അവിടെ വെച്ചാണ് ഈ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അവിടെ മുതൽ ഇടിച്ചു. കുളിക്കാനറിയാം, 5:30 മണിക്ക് കുളിക്കാനിറങ്ങി പിടിച്ചുകൊണ്ട് പോയി. ഇവിടുന്ന് പാലാവരെ ഇട്ടിച്ചു. ചോര് ഇടിച്ചുകൊണ്ട് പിടിച്ച് കാലിനകത്തോട് ബാനറ്റ് കുത്തി കയറ്റി. ഞാൻ പുള്ളിയെ VS മരിക്കുമ്പോൾ കാല് ഞാൻ നോക്കിയിട്ടുണ്ട്. കാല് ആ പാട് കിടപ്പുണ്ടായിരുന്നു ബാനറ്റിൻ്റെ, അറിയാമോ? ആ VS ഒളിച്ച് താമസിച്ച വീട്ടിലോട്ടുള്ള റോഡ് ടാർ വെച്ചാൽ VS അച്ഛനാണെന്ന് റോഡെന്ന് ഞാൻ പേര് കൊടുത്തു. ഈ കാരണന്മാരൊക്കെ സ്മരിക്കുന്നതിനൊരു മാന്യത ഉണ്ടാവുകൊണ്ടാണ്. ഇ കെ നയനാർ എത്രയോ മാന്യനായിരുന്നു. അങ്ങേരെ പോലെ ഒരു മാന്യനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. എല്ലാവരും കുറ്റം പറയും കമ്മ്യൂണിസ്റ്റിന്. എന്താ കമ്മ്യൂണിസ്റ്റിന് കുഴപ്പം? AKGയുടെ കാലത്തെ കമ്മ്യൂണിസ്റ്റ് എന്താ കുഴപ്പം? ഇ കെ നയനാരുടെ കമ്മ്യൂണിസ്റ്റ് എന്താ കുഴപ്പം? സഖാവ് VS അച്യുതാനൻ്റെ കമ്മ്യൂണിസ്റ്റ് എന്താ കുഴപ്പം? ഗൗരിയമ്മ പിന്നെ അഹങ്കാരിയായിരുന്നു. മരിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനും അവിടെ സ്ഥിരം അടിക്കായിരുന്നു. പക്ഷേ വേറെ കാര്യമാണ്, അവരവിടെ കുത്തിയിരുന്നുകൊണ്ട് ഒരു തീരുമാനം എടുത്ത് നടപ്പാക്കുമായിരുന്നു. കേരളം കണ്ട അഡ്മിനിസ്ട്രേഷന്മാരിൽ ഭരണാധികാരിയിൽ ഏറ്റവും പ്രഗത്ഭയായ വ്യക്തി ഗൗരിയമ്മയാണ്. ഗൗരിയമ്മ തീരുമാനിച്ചാൽ നടപ്പാക്കും. വേറെയുള്ള നേതാക്കന്മാരുടെ നിന്ന് ആളുകളിൽ നിന്ന് കരഞ്ഞാലൊക്കെ രക്ഷപ്പെടും. ഗൗരിയമ്മയുടെ രക്ഷയില്ല, കണ്ണടച്ചിരിക്കുക. അതുകൊണ്ട് സ്വഭാവമായിരുന്നു. ഞാനും ഗൗരിയമ്മയുടെ സ്ഥിരം അടി ഉണ്ടാക്കുമായിരുന്നു. കാരണം ഗൗരിയമ്മ എന്നെപ്പറ്റി വൃത്തികേട് പറഞ്ഞു. സത്യത്തിൽ അവർ പറഞ്ഞ വൃത്തികേട് അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ച, അവരെ അത് സത്യം ബോധ്യപ്പെടുമ്പം എന്നെ വിളിച്ചു ഒരു ദിവസം, ജോറേ ഞാൻ നിന്നെപ്പറ്റി പറഞ്ഞത് ശരിയായില്ല, ക്ഷമിക്കടാവൂ എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ വീട്ടിൽ പോവുകയും ചെയ്യുമായിരുന്നു. ഒരു നല്ല സ്ത്രീ. അങ്ങനെ സത്യത്തിൽ അവരുടെയൊക്കെ കഴിവ് ഒന്ന് ആലോചിച്ച്, അവർ ഒരു കുടുംബജീവിതം TV തോമസ് കല്യാണം കഴിച്ചാൽ കുടുംബജീവിതമുണ്ടോ? അന്ന് പാർട്ടി കമ്മിറ്റിയുടെ പാർട്ടി സെക്രട്ടറി തീരുമാനം TV തോമസ് ഗൗരിയമ്മയെ കെട്ടട്ടെ കെട്ടി. ഇന്നങ്ങനെ പാട്ട് പറഞ്ഞ് കേൾക്കാൻ വല്ലതും ഉണ്ടോ? അന്നത്തെ കാലം അതായിരുന്നു. ആ കമ്മ്യൂണിസമൊക്കെ നഷ്ടപ്പെട്ടു പോയി. അത് നമ്മുടെ കേരളത്തിന് നഷ്ടമാണ്. ഇന്ന് കമ്മ്യൂണിസം എവിടെയാണ്? പിണറായി വിജയൻ്റെ കമ്മ്യൂണിസം എന്ന മകളുടെ കമ്മ്യൂണിസവും മകൻ്റെ കമ്മ്യൂണിസവും ആയി തീർന്നോ? കോൺഗ്രസും തകർന്നു. ഇത് ആകപ്പാടിന് കടന്നു വേണ്ട BJP തന്നെ. അതായത് ലോക നേതാവായി ഉയർന്നിരിക്കുന്ന നരേന്ദ്രമോദിജിക്കല്ലാതെ ഈ കേരളത്തെ രക്ഷിക്കാൻ കഴിയില്ല. 7 ലക്ഷം കോടി രൂപ കടത്തിൽ കേരളം നിൽക്കുക. എങ്ങനെ കേരളത്തെ രക്ഷിക്കും? കടക്കണിയിലായി കേരളത്തെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അതിന് നരേന്ദ്രമോദിജി ഞങ്ങളെ സഹായിക്കണം തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പിണറായി വിജയൻ പോയി കണ്ടിട്ടുണ്ട്. ആ പിണറായി വിജയൻ അതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് വിദ്യാഭ്യാസ ലൈനെ ഒപ്പിടാൻ തയ്യാറായിട്ടുണ്ട്. അതൊക്കെ നന്നായി. ഇവിടെ CPI എതിർക്കും, CPI എതിർക്കട്ടെ. പക്ഷേ CPM തൻ്റെ ഇടത്തോടെ ഒപ്പിട്ടു എന്ന് കാണുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒപ്പം നിൽക്കാൻ കേരളം, തമിഴ്നാട് എപ്പോഴും ദേശീയ നയത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുക. എന്തിനാണ്? നമുക്ക് നഷ്ടമല്ല ലാഭമല്ലോ ഉണ്ടോ? ദേശീയ നയത്തോടൊപ്പം നിൽക്കാനുള്ള CPMൻ്റെ ഇപ്പോഴത്തെ പിണറായിയുടെ തീരുമാനം സ്വാഗതാർഹമാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു നിവേദനവും എൻ്റെ കിട്ടിയാൽ അത് ചിലയിടത്ത് അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. ഒരെണ്ണം കളഞ്ഞു പോയാൽ അവരുടെ ആളുകളെ തപ്പിപ്പിടിച്ച് വീണ്ടും എഴുതി ചെയ്യാൻ പഠിക്കുകയായിരുന്നു. കാരണം ഒരു ആളുടെയും ഒരു കാര്യത്തിലും അലംഭാവം ജനപ്രതിനിധി കാണിക്കാൻ പാടില്ല. അതിന് മാതൃകയാണോ എന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത്. എനിക്കിപ്പോഴുള്ള MLA മാരോട് പറയാനുള്ളത്, നിങ്ങൾ അല്പം കൂടി ഒരു ശുഷ്കാന്തിയുള്ളവരായി ജനകീയ പ്രശ്നങ്ങൾ പഠിക്കുന്നവരായി പഠിക്കലൊന്നും. അത് TN ജേക്കബാണ് മാതൃക. ജേക്കബിനെ പോലെ പ്രഗത്ഭനായ ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. എന്താ കാര്യം? പഠിക്കുമായിരുന്നു. ജേക്കബിന് എല്ലാം അറിയാം. ജേക്കബ് പഠിക്കും. ഏത് കാര്യം ചോദിച്ചാൽ ഉത്തരം ജേക്കബിൻ്റെ ഉണ്ടായിരുന്നു. അതാണ് TM ജേക്കബിൻ്റെ ഗുണം. അങ്ങനെ
ചെറുപ്പത്തിലെ മരിച്ചു, അത് വേറെ കാര്യം. പക്ഷേ അങ്ങേറെ ആ കഴിവ് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതാണ് എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു മന്ത്രി ടി.എൻ. ജേക്കബ് തന്നെയാണ്. ബാക്കിയുള്ള മന്ത്രിമാർ മോശം എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കേണ്ട. ജേക്കബാണ് എല്ലാ കാര്യങ്ങളും പഠിച്ച് പ്രാവർത്തികമാക്കിയ ഒരു മന്ത്രി. അതായത് ഇപ്പോൾ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നു, അന്ന് ജേക്കബ് ഉണ്ടാക്കിയ പ്രീ ഡിഗ്രി ബോർഡായി ഹയർ സെക്കൻഡറി. ജേക്കബ് അതിൻ്റെ ആള്. അതായത് വിദ്യാഭ്യാസ മന്ത്രിയായ ജേക്കബ് വന്ന ശേഷമൊക്കെ കരിക്കുലം പരിഷ്കരിക്കുന്നു. അതിനു മുമ്പ് അതൊന്ന് വിദ്യാഭ്യാസ പദ്ധതി ഉണ്ടായിട്ട് പരിശോധിച്ചിട്ടേ ഇല്ലായിരുന്നു. എത്ര മന്ത്രിമാർ വന്നതാണ്. അതെല്ലാം പരിഷ്കരിച്ച് ഇന്നത്തെ നിലയിലുള്ള വിദ്യാഭ്യാസ രീതി കുഞ്ഞുങ്ങൾക്കാക്കി കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിയാണ് ടി.എൻ. ജേക്കബ്. ആ ജേക്കബിന് അതാണ് ഞാൻ ബഹുമാനിക്കുന്നുവെന്ന് പറഞ്ഞത്. പിന്നെ MLA എന്ന നിലയിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. എല്ലാ സഹായം എല്ലാവരും ചെയ്തിരുന്നു. എല്ലാ മന്ത്രിമാരും നല്ല ബന്ധമായിരുന്നു. അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ട് ഹയർ സെക്കൻഡറി തുടങ്ങിയപ്പം വയനാട് ജില്ലയിലാകെ 5 തുടങ്ങി. ഇവിടെ എൻ്റെ നിയമമുള്ളത് 13 തുടങ്ങി. മനസ്സിലായില്ലേ? അത് 13 കത്തോലിക്ക മാനേജ്മെൻറ്റിനും, ഒരെണ്ണം പൂഞ്ഞാർ രാജകുടുംബത്തിനും, ഒരെണ്ണം നമ്മുടെ കള്ളിവേലി കുടുംബത്തിന് ഏന്തയ കൂട്ടിക്ക് പഞ്ചായത്ത് ഏതിലും ഉള്ളൂ. അത് കള്ളിവേലിയുടെ കുടുംബമായിരുന്നു. ഏന്തയ സ്കൂളിന് കൊടുത്തു. ഏന്തയ സ്കൂളൊന്ന്, പിന്നെ പൂഞ്ഞാർ രാജകുടുംബത്തിന് SNDPയുടെ ആയിട്ട് ആരും വന്നില്ല, ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണെങ്കിലും നമ്മൾ അവിടെ കോരിത്തോട് സ്കൂളിൽ കൊടുത്തു. SNDP എന്നുള്ള കോരിത്തോട് സ്കൂളിൽ കൊടുത്തു. അങ്ങനെ ടോട്ടൽ 13 സ്കൂളിൽ നമ്മൾ ഹയർ സെക്കൻഡറി കൊടുത്തു. ബാക്കി മുഴുവൻ കത്തോലിക്ക പല ബിഷപ്പിൻ്റെ മാനേജ്മെൻറ്റിലാണ് കൊടുത്തത്. കാരണം ഇല്ലെങ്കിൽ അത് കൈക്കൂലി അഴിമതിയാവും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ വരുമ്പോൾ ഇന്ന് വരും എന്ന് പറഞ്ഞാൽ ഈ സിനിമാക്കാർ ചുമ്മാ വന്ന് അഭിനയിക്കാൻ പറഞ്ഞ് വന്ന് ഞാൻ എന്നെങ്കിലും വെച്ച് അഭിനയിച്ച് കൊടുത്തേക്കും. നമുക്ക് തന്നെ കേട്ടോ, അവരുടെ ആഗ്രഹമല്ലേ. അത് ഒരു തമാശ പറയാം അതിനകത്ത്. അതിൽ ഈ KK റോഡെന്ന് പറ്റും അതിന് പേര്. ആ സിനിമയ്ക്കകത്ത് ഒരു നടൻ കലിങ്ങിൻ്റെ അവിടെ വെച്ച് ഇവൻ ഒരു പെണ്ണിനെ പിടിക്കുകയാണ്. അപ്പം ഞാനങ്ങോട്ട് ചെല്ലുന്നു. കാറിൽ വരികയാണ്. കാറിൽ ചാടി ഇറങ്ങിയിട്ട് പെണ്ണെ വിടറാന്ന് പറഞ്ഞു. അവൻ എന്നെ ചീത്ത വിളിക്കുന്നു, കൊടുക്കും നാട്ടി. ഇതാണ് ഭാഗം. ഞാൻ കാറിൽ ചെന്നിറങ്ങി, ചാടി ഇറങ്ങി വിടറാന്ന് പറഞ്ഞു. അവൻ വിട്ടുന്നില്ല, പറഞ്ഞു ഒരടി കൊടുത്തു. ഉടനെ പറഞ്ഞു അടി ശരിയായില്ലെന്ന് പറഞ്ഞു. അടിയേ ശരിയായില്ല. അപ്പോൾ എന്നെ ചെയ്യണം, വലിച്ചടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ഈ അടി കൊള്ളണവൻ അടി കൊണ്ടില്ലെന്ന് ചുമ്മാ വലിച്ചടിക്കണമെന്ന് പറഞ്ഞു. ആ കാര്യമായിട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാറിൽ ചെന്നിറങ്ങി വിടറാന്ന് പറഞ്ഞു. വീട്ടിൽ ഒറ്റ അട്ടി കുഴിച്ചു ഇട്ടപ്പൊത്തൊന്ന് ഓടെ കിടക്കും. അയ്യോ, ഒരു സങ്കടമായി പോയെന്ന്. എന്നാ അടിക്കാതിരിക്കാൻ പറ്റുമോ? ചോരടിച്ചതാ. അപ്പോൾ എനിക്ക് സങ്കടം അതല്ല. ഓടേന്ന് പതുക്കെ അവരൊക്കെ വലിച്ചേൽപ്പിച്ചവൻ പറയാം ഒറിജിനാലിറ്റി ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് എൻ്റെ സങ്കടം എത്ര വലുതാകും. അത്ര വലിയ അടി ഞാൻ കൊടുത്ത് സങ്കടമായിപ്പോയി. അങ്ങനെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒത്തിരിയുണ്ട്. ഈ ഒരെണ്ണത്തിനകത്ത് മുഖ്യമന്ത്രിയായിട്ടാണ് പറ്റുമോ, അല്ല പ്രതിപക്ഷ നേതാവായിട്ടാണ് അഭിനയിച്ചത്. അങ്ങനെ കുറേയേറെ സിനിമയുണ്ട്, ഒത്തിരി സിനിമയുണ്ടെന്ന് നിങ്ങൾ തല കാണിച്ചിട്ട്. അതെങ്ങനെയാണെന്ന് ഈ വാഗമണ്ണ് സിനിമാ കേന്ദ്രമാണ്. അപ്പോൾ അവിടെ സിനിമാക്കാർ, അപ്പോൾ ഞാനിലെ മുമ്പത്തെ കയ്യിൽ കാണിക്കും, ഒന്ന് തല കാണിച്ചേക്കാൻ, അന്ന് കാണിച്ചേക്കാന്ന് പറയും. അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ വന്ന സിനിമാവിനിയാണ് ഇത് മുഴുവൻ. അങ്ങനെ ഐശ്വര്യമായിട്ട് പോകുന്നു.